അവസാന ദിവസം ആയുധവുമായി വിവാദം വന്ന മണ്ഡലമാണ് ആലത്തൂർ. പഴയ ചെങ്കോട്ട തിരിച്ചുപിടിക്കാൻ മന്ത്രിക്ക് കഴിയുമോ? എസ് ശ്യാംകുമാർ ഉണ്ട് ആലത്തൂരിൽ നിന്ന്. ശ്യാം, എന്താണ് ആലത്തൂരിലെ നിലവിലെ അവസ്ഥ? എല്ലായിടത്തും പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു, അതോ നിരയുണ്ടോ? ഇപ്പോഴും വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയ രീതിയിലുള്ള പോളിംഗ് നടന്ന മണ്ഡലമാണ് ഇന്ന് ആലത്തൂർ. കാരണം കഴിഞ്ഞ തവണത്തെ അടുത്തേക്ക് പോളിംഗ് പോകുമെന്നുള്ള ഉറപ്പാണ്. ഏതായാലും മണ്ഡലത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, സ്ത്രീ വോട്ടുകൾ ഇത്തവണ ഈ മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ കണ്ട കാഴ്ചകൾ അതാണ്. എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ വലിയ രീതിയിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിരുന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ ആവേശത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് സ്ത്രീകളാണ്. അത് തന്നെ ഈ മണ്ഡലത്തിൽ എത്രത്തോളം നിർണായകമാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാപ്പിള LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. അവിടെ സ്ലിപ്പ് കൊടുത്ത ശേഷം 6 മണിക്ക് ശേഷം സ്ലിപ്പ് കൊടുത്ത ശേഷം ഒരാളെ വോട്ട് ചെയ്യാനായിട്ട് റിട്ടേണിംഗ് ഓഫീസർ അനുവദിച്ചില്ല എന്നുള്ളതാണ് പരാതി. ആ സ്ലിപ്പ് കൊടുത്ത ആൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ചോദിച്ചപ്പോൾ ചില പരാമർശങ്ങൾ വന്നു. അത് പാർട്ടി പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ തർക്കത്തിന് ഇടയാക്കിയത്. അവർ ഇപ്പോഴും കൂട്ടം കൂടി ഇന്ന് ഒരാളുടെ വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. ഒരു ഭിന്നശേഷിക്കാരനായ ഒരാളുടെ വോട്ടാണ് അത് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കാതെ ഇരുന്നത്. അതിനിടെ വന്ന ചില പരാമർശങ്ങൾ കൂടിയാണ് പ്രശ്നമായത്. ആ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ്. ഏറ്റവും അവസാനം ഇവിടെ 100-150 ആളുകൾ വോട്ട് ചെയ്യാൻ നിന്ന സ്കൂളാണ് ഇത്. അവിടെയാണ് അവസാനം ഇനി ചിലർ വോട്ട് ചെയ്യാൻ ഉള്ളപ്പോൾ സ്ലിപ്പ് കൊടുത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതിയും അത് സമ്മതിക്കാതിരുന്നതോടുകൂടി വാക്കുതർക്കവും ഉണ്ടാകുന്നത്. ഏതായാലും പോലീസ് ഇവിടെയുണ്ട്. ഈ വോട്ടർമാർ ഇവിടെ ഉണ്ടായിരുന്ന ഏജന്റുമാർ, പോളിംഗ് ഏജന്റുമാർ ഉണ്ട്. അവരാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് വാതിലടച്ച പോളിംഗ് നടപടികൾ പൂർത്തിയായ ശേഷം വാതിലടയ്ക്കുന്നുണ്ട്. അകത്താണ് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു വോട്ടിനെ ചൊല്ലിയാണ് ആലത്തൂർ മണ്ഡലത്തിൽ ആലത്തൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.